ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ 2 ആണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ട്രെക്കിംഗ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഇന്നാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ പാണ്ഡികേശ്വർ ആണുള്ളത്. സമയം ഒരു 7 മണി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴെ വന്നിരിക്കുക. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് ഇവിടെ നിന്നും ഗോവിന്ദ് ഘാട്ട് പോകും. അത് ഏകദേശം ഒരു 2.5 കിലോമീറ്ററിന്റെ ഒരു ട്രാവൽ ആണുള്ളത്. അവിടെ നിന്ന് നമ്മൾ ഷെയർ ടാക്സി എടുത്തിട്ടാണ് പിന്നെ നമ്മൾ പുൽനയിലോട്ട് പോകേണ്ടത്. അപ്പൊ നമുക്ക് വഴിയെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കണ്ട് പോകാം. ഫസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആലു പൊറാത്തയും പിന്നെ പോഹയാണ്. പിന്നെ ട്രക്കിംഗ് കമ്പനി നമുക്ക് ട്രക്കിനിടയിൽ വേണ്ട റിഫ്രഷ്മെന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ലഗേജ് വെയിറ്റ് നോക്കി, കാരണം മ്യൂളിൻ്റെ മേലെ നമ്മൾ ഓഫ് ലോഡ് ചെയ്യാണ്. അപ്പോൾ 10 kg മാക്സിമം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ലഗേജസ് മാറ്റിയിട്ട് നമ്മൾ വെയിറ്റ് ഒക്കെ നോക്കി ഇതാ നമ്മൾ ട്രാവലറിലോട്ട് ലഗേജൊക്കെ മൂവ് ചെയ്യാണ്. മ്യൂളിൻ്റെ മേലെ ഓഫ് ലോഡ് ചെയ്യാനായിട്ട് ഒരാൾക്ക് 1600 ആണ് വരുന്നത്. അതായത് അവർ പുൽനേന്ന് ഗാംഗരി വരെ ഇന്നത്തെ ദിവസവും പിന്നെ നമ്മൾ ലാസ്റ്റ് ഡേ തിരിച്ചു വരുമ്പോൾ ഗാംഗരിയ ടു പുൽന നമുക്ക് മ്യൂളിൽ ഓഫ് ലോഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന പാണ്ഡികേശ്വറിൽ നിന്നും ഗോവിന്ദ് ഘാട്ടിലോട്ട് ട്രാവലറിലാണ് പോകുന്നത്. ഇനി ഗോവിന്ദ് ഘാട്ട് എത്തിയിട്ട് അവിടുന്ന് ഷെയർ ടാക്സി എടുത്തിട്ട് വേണം പുൽന എത്താനായിട്ട്. നമ്മളിപ്പോൾ പുൽനയിലോട്ടുള്ള ഷെയർ ടാക്സിയിൽ കയറി. സ്മിത ഇങ്ങനെ കുറച്ച് നീങ്ങ്. കാണുന്നില്ല തല. ഓക്കെ, ഇവിടെ ആരും തന്നെയല്ലേ. നമ്മൾ ഗോവിന്ദ് ഘാട്ടിൽ നിന്നും ഷെയർ ടാക്സി എടുത്ത് പുൽന എത്തി. പുൽനയാണ് ഹേംകുണ്ട് സാഹിബ് ട്രക്കിങ്ങിന്റെ അതുപോലെ വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രക്കിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. വാലി ഓഫ് ഫ്ലവേഴ്സും അതുപോലെ ഹേംകുണ്ട് സാഹിബ് പോകാനുള്ള ലാസ്റ്റ് മോട്ടറബിൾ റോഡ് പുൽനയാണ്. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ ട്രെക്ക്. പുൽന വില്ലേജ് ആണ് ഈ കാണുന്നത്. ഇവിടെ കുറച്ച് ഹോം സ്റ്റേസും അതുപോലെ ദാബാസ് ഒക്കെ കാണാം. പുൽന നിന്നും ഗാംഗരിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ഏകദേശം 10 കിലോമീറ്റർ ആണ് വരുന്നത്. പുൽന ഒരു 7000 ഫീറ്റ് ഓൾട്ടിറ്റ്യൂഡിലാണ് സീ ലെവലിൽ നിന്നും. ഗാംഗരിയിൽ എത്തുമ്പോൾ നമ്മൾ 10,000 ഫീറ്റ് ഓൾട്ടിറ്റ്യൂഡിലെത്തും. ലാസ്റ്റ് ബൈക്ക് പാർക്കിംഗ് ഇവിടെയാ. ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഒക്കെ കാണാൻ പറ്റും. ത്രൂ ഔട്ട് ദ ട്രെക്ക് ഇങ്ങനെ ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട്, ചെറുതും വലുതുമായിട്ട്. നമുക്ക് ഗാംഗരിയിലോട്ട് ട്രെക്ക് ചെയ്ത് പോവാം, അല്ലെങ്കിൽ മ്യൂൾസിന്റെ പുറത്ത് കയറി പോവാം. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് പാൽക്കി എന്നാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 4 പേര് ഒരു പല്ലക്ക് പോലെ പിടിച്ച് അതിലിരുന്നിട്ടോ കിടന്നിട്ടൊക്കെ പോവാം. പിന്നെ കണ്ടിവാല അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബാസ്ക്കറ്റ്, ലോക്കലായിട്ട് ആൾക്കാരായിരിക്കും, അവരവിടുത്തെ പുറത്ത് ബാസ്ക്കറ്റ് തൂക്കും, എന്നിട്ട് അതിൽ നമ്മൾ ഇരുത്തിക്കൊണ്ടു. അപ്പം ആ ബാസ്ക്കറ്റ് പീപ്പിളിനെ ഞാനിതുവരെ കണ്ടില്ല, ഞാൻ കാണുമ്പോൾ വീഡിയോ എടുക്കാം. ടൂൾസിനെ കെട്ടുന്ന ഒരു ഷെഡാണ് കേട്ടോ. ഇതിവിടെ കുറച്ച് സ്റ്റെപ്സ് കയറിയാണ് ഇനി നമ്മൾ പോകുന്നത്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ട്രക്കിങ്ങിൻ്റെ ഇടയിൽ നമ്മുടെ സൈഡിൽ കൂടെ ഇങ്ങനെ മ്യൂൾസ് ഒക്കെ പോകും. അപ്പം നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം പോകാനായിട്ട്. അതുണ്ടോ, we are taking a mango fruity break. 2, 3. Mango fruity, fresh and juicy.
ഗോവിന്ദ് ഘാട്ടിൽ നിന്നും ഗാംഗരയിലോട്ട് ഹെലികോപ്റ്റർ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. എങ്ങനെ പെർ പേഴ്സൺ ഒരു 3000-നും 3500-ഇടയിലാണ് വരുന്നത്. ഹെലികോപ്റ്റർ സർവീസ് പ്രീ ബുക്ക് ചെയ്യണം. ഇനിയിപ്പോൾ അധികം തിരക്കില്ലാത്ത സമയമാണെങ്കിൽ ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് സർവീസ് അവൈലബിൾ ആയിരിക്കും. എന്താ ഓടി ഓടി വരുന്നത്? ഇതൊരു ഈസി ടു മോഡറേറ്റ് ട്രക്ക് എന്നാണ് ഗൂഗിളിൽ എഴുതിയിരിക്കുന്നതും അതുപോലെ റീൽസിലും യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊരു ഈസി അല്ല, ഒരു മോഡറേറ്റ് ട്രക്ക് എന്ന് തന്നെ പറയാം. നോട്ട് ദാറ്റ് സ്റ്റീപ്പ്, പക്ഷെ ഒരു കണ്ടിന്യൂസ് അപ്പ് ഹില്ലാണ്. ഇവിടെ ഇൻ ബിറ്റ്വീൻ കുറേ വെയിറ്റിംഗ് ഷെഡ്സ് ഉണ്ട്. അതുപോലെ മഴയൊക്കെ വന്ന് കയറി നിൽക്കാനായിട്ട് സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുത്തിട്ട് പോകാം. വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കും അതുപോലെ ഹേംകുണ്ട് സാഹിബിക്കുള്ള ട്രെയിൽ സെയിം ആണ്. അപ്പോൾ ഇതൊരു പിൽഗ്രിമേജ് ട്രെയിലും കൂടെ ആയ കാരണം ഇത് വെൽ സ്ട്രക്ചേർഡ് ആണ്. പിന്നെ കുറച്ചുകൂടെ പോയാൽ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ സോളോ ട്രെക്കേഴ്സിന് ഇതൊരു സേഫർ പ്ലേസ് ആണ്. ഈ ട്രെയിനിൽ ഇടയ്ക്കൊക്കെ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്. ജിയോ BSNL ആണ് കൂടുതൽ ഇവിടെ വർക്കിംഗ്. ആക്ച്വലി ട്രെയിലിൻ്റെ ഇടയിലുള്ള ഈ സീനറീസ് ഒക്കെ കാണുമ്പോഴാണ് നമ്മുടെ ക്ഷീണം നമ്മൾ മറക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു പോയേനെ. നമ്മൾ 9:30 ആ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തേ. ഇപ്പം സമയം 10:45. ഇപ്പം നമ്മൾ ഒരു മാർക്കറ്റ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ജംഗിൾ ചട്ടി. ഗൈഡ് പറഞ്ഞത് ഏകദേശം നമ്മൾ 2 കിലോമീറ്റർ പോകുന്നു എന്നാണ്. അറിയില്ല, നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു ടീ ബ്രേക്ക് എടുത്തിരിക്കുവാണ്. എല്ലാവരും ലെമൺ ടീ ആണ് ഓർഡർ ചെയ്തത്, as recommended by our ട്രക്ക് ലീഡർ. ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ജംഗിൾ ചട്ടി എന്ന് പറഞ്ഞ ഈ ഒരു മാർക്കറ്റ് ഏരിയയിൽ നിന്നും മൂവ് ചെയ്യുകയാണ്. ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് ട്രക്ക് ചെയ്ത് കയറുന്നുണ്ട്. അവരൊക്കെ ഹേംകുണ്ട് സാഹിബ് പോകുന്നവരാ. അവരൊക്കെ കാണുമ്പോൾ നമ്മുടെ എക്സ്ക്യൂസ് എന്താണെന്ന് തോന്നും. What is your excuses, guys? ഡിസ്റ്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഗാംഗരയിലോട്ട് 7 കിലോമീറ്ററും ഹേംകുണ്ട് സാഹിബിലോട്ട് 13 കിലോമീറ്ററും പിന്നെ ബ്യുന്ദാർ വില്ലേജ് വരുന്നുണ്ട്, അങ്ങോട്ട് 3 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഇവരാണ് ഞാൻ മുന്നേ പറഞ്ഞ ബാസ്ക്കറ്റും പുറത്തിട്ട് നടക്കുന്ന പോർട്ടേഴ്സ്. ഇവരിനെ കണ്ടിവാല അല്ലെങ്കിൽ പിത്തു എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു വാട്ടർ ബ്രേക്ക് എടുത്തുകൊണ്ടിരിക്കുക. ട്രക്കിങ്ങിനിടയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഡീഹൈഡ്രേറ്റ് ആവാൻ പാടില്ല. എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. പിന്നെ നമുക്ക് ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു എനർജിക്ക് വേണ്ടി ചോക്ലേറ്റും കഴിക്കാം, വെള്ളവും കുടിക്കാം. ഞങ്ങളിപ്പോൾ വീണ്ടും ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ കുറേ പേര് ഓൾറെഡി പോയി കഴിഞ്ഞു. ഇനിയും കുറച്ച് പേര് വരാനുണ്ട്. അപ്പോൾ നമ്മൾ 2 പേരും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ട്രക്കിങ്ങിനിടയിൽ കുറച്ച് മലയാളി കുട്ടികളെ കണ്ടു. ഇവര് വാലി ഓഫ് ഫ്ലവേഴ്സും ഹേംകുണ്ട് സാഹിബും ഓൾറെഡി ട്രക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗാംഗരയിൽ നിന്നും പുൽനയിലേക്ക് തിരിച്ചു പോകണം. നാട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ തൃശ്ശൂരാണെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഒരു സന്തോഷമായി. നമ്മളിപ്പോൾ ബ്യുന്ദാർ വാലി എത്തി. ബ്യുന്ദാറിലാണ് നമ്മുടെ ലഞ്ച് പോയിന്റ്. സൂസൻ, ഇന്നത്തെ ലഞ്ചിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഫുഡ് ഈസ് വെരി നൈസ്. നല്ല ഫുഡാണ്.
രാജ്മ, പൊട്ടറ്റോ സബ്ജി കറി എന്തോ ഉണ്ട്. കേർഡും നല്ല ഫ്രഷാണ്. പിക്കിളും അടിപൊളി. ഫുഡാണോ നല്ലത് അത് വ്യൂ ആണോ? വ്യൂ കമ്പയർ ചെയ്യാൻ പറ്റില്ല, രണ്ടും അടിപൊളി. അതെ, എന്താ സംഭവം എന്ന് ഞാൻ പറയാം. കുറേ നടന്നിങ്ങോട്ട് വരുമ്പോൾ ഇത് ഫുഡിനും അടാറ് ടേസ്റ്റാന്ന് തോന്നുന്നു. കഴിച്ചോ കഴിച്ചോ. അതെ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഭക്ഷണത്തിനെക്കാട്ടിലും അടിപൊളി ഈ വ്യൂ തന്നെയാണ്. താങ്കൾക്ക് എന്താ അഭിപ്രായം? ഈ വീട്ടിൽ വെറുതെ ഇരുന്നാലേ ഈ വ്യൂ ഒക്കെ കിട്ടോ? വായോ, ഇങ്ങോട്ട് വായോ. ശരിക്കും ഈ വ്യൂ കണ്ട് ഇങ്ങനൊരു ആംബിയൻസിൽ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വായോ. ഇവിടെ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിച്ചത്, കൃഷ്ണ റെസ്റ്റോറൻറ്റ്. ബിന്ദാർ വാലി എത്തുമ്പോൾ ഒരു വലിയ ബ്രിഡ്ജ് കാണും, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ധാബ വരുന്നത്. നമ്മുടെ ഗൈഡ് ഈ ബിന്ദാർ വാലിയുടെയും അതുപോലെ ഈ റിവേഴ്സിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ് പറഞ്ഞു തരുവാണ്. What do you see from Bhundar? There are two valleys actually meeting at Bhundar. This is the valley that we are going to. Here flowers, Hangria and Kunsahib is in this direction. We are heading in this direction. Alright. So the river that you see that is coming from that valley is called Lakshman Ganga. It's Ganga Lakshman Ganga. Right. And that side it's called Kagbushandi Valley. Kagbushandi Valley. Alright. So it's a lake. And it's a beautiful lake. So the river that you see flowing in that valley, it's called Karnpul Ganga. Karnpul Ganga. Karnpul Ganga is coming from Kagbushandi, which is fed by glaciers. Okay. So Karnpul Ganga and Lakshman Ganga joins here, and it continues as Lakshman Ganga only. Alright. Now Lakshman Ganga is the, you can say, it becomes Lakshman Ganga at Ghangriya when Pushpavati comes from Valley of Flowers, and Hem Ganga, H-E-M, Hem Ganga comes from Hemkund Sahib, and they join at Ghangriya and it becomes Lakshman Ganga. This is Lakshman Ganga that we see. Then it goes down as Lakshman Ganga. Alright. നമ്മളിപ്പോൾ ഏകദേശം 5 കിലോമീറ്റർ ട്രെക്ക് ചെയ്തു. ഗാംഗിരയിലേക്കുള്ള ട്രക്കിങ്ങിൻ്റെ ഒരു മിഡ് പോയിന്റ് ആണ് ബിന്ദാർ വാലി. ഇവിടെ ഒരു അടിപൊളി ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വേണം നമുക്ക് കടക്കുവാനായിട്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാവേ. After Bindar Valley, the trek is going to be a little difficult because it is very steep. This trek will test your stamina because till Gangaria it's going to be continuous uphill. Let's see. ഓരോ ചെറിയ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ഒരു 3 സ്റ്റെപ്പ് വയ്ക്കണ ഫീലാണ് കിട്ടുന്നത്. ദാറ്റ്സ് ബിക്കോസ് വി ആർ ഗെയിനിങ് ഓൾട്ടിറ്റ്യൂഡ്. എല്ലാവരും ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് പതുക്കെ പതുക്കെ പോകുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും സെയിം ഫീലിംഗ് ആണെന്ന് അറിയുമ്പോൾ. അല്ലേ സൂസൻ? അതെ. Okay.
നമ്മളിവിടെ നിന്ന് വീഡിയോസൊക്കെ എടുക്കുമ്പോഴേ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു ഇവിടുന്ന് മൂവ് ചെയ്യുന്നതാണ് നല്ലത്, കാരണം കല്ലുകൾ വീഴാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ വേഗം നടന്നു തുടങ്ങി. നിങ്ങൾക്ക് വേറൊരു രസകരമായ കാഴ്ച ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്. അത് കണ്ടോ, അതൊക്കെ തേനീച്ച കൂടാണ്, നിറയെ തേനീച്ചയുണ്ട്. എന്തോ വലുതാന്ന് നോക്ക്. നിങ്ങളിവിടെ വരുമ്പോൾ ഈ തേനീച്ചക്കൂടൊന്നും മിസ് ചെയ്യില്ല, കാരണം അത്രയും വലുതാ. 9:30 നമ്മൾ നടന്നു തുടങ്ങിയതാ, ഇപ്പോൾ 3:30 നമ്മൾ 3/4 ഭാഗം കവർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഇപ്പോൾ വെയിലൊക്കെ പോയപ്പോൾ നടക്കാനൊരു സുഖമുണ്ട്. സ്റ്റീപ്പ് തന്നെയാണ്, ബട്ട് നല്ല തണുത്ത ക്ലൈമറ്റ് ആയി തുടങ്ങി. ഹേംകുണ്ടിലോട്ട് ട്രെക്ക് ചെയ്ത് പോകുന്നവരെല്ലാം പ്രയേഴ്സും സ്ലോഗൻസ് ഒക്കെ പറഞ്ഞിട്ടാണ് കയറുന്നത്. ഞങ്ങൾ അടുത്ത ബ്രേക്ക് എടുത്തിരിക്കുക, അവൽ ബ്രേക്ക്. ഓരോരോ ബ്രേക്ക് ആയിരുന്നു. മാംഗോ ഫ്രൂട്ടി ബ്രേക്ക്, 5 സ്റ്റാർ ബ്രേക്ക്, അങ്ങനെ ഓരോരോ ബ്രേക്ക്. ഇപ്പോൾ അവൽ വിളയിച്ചത് ബ്രേക്ക്. നമുക്ക് ത്രൂ ഔട്ട് ദ ട്രെക്ക് വെള്ളം നിറയ്ക്കാനായിട്ട് ഇതുപോലെ വാട്ടർ റിസോഴ്സസ് ഉണ്ടാവും കേട്ടോ. സമയം ഇപ്പോൾ 4:15. ഞങ്ങളൊരു ടീ ബ്രേക്ക് എടുത്തു. ഇനി ട്രെക്കിംഗ് വീണ്ടും തുടങ്ങുകയാണ്. ഈ ഒരു പേസിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഗാംഗരി 1 മണിക്കൂറിലെത്തുന്നതാണ് നമ്മുടെ ഗൈഡ് പ്രീത്ത് പറഞ്ഞത്. സമയം 4:20. അപ്പോൾ ഇത്ര സമയം എടുക്കും നമുക്ക് നോക്കാം. 1 അവറിനുള്ളിൽ റീച്ച് ആവുമെന്ന് നോക്കാം. ദിസ് ഈസ് ഹിമാലയൻ റോസ്, 5 petals. ഇത് വൈൽഡ് ബെറീസ് ആവാനാണ് ചാൻസ്. റെഡ് കളർ ഒരു കായ കണ്ടോ? This is a balsam. This specific type is called triple horned balsam. Now I don't want to pluck it, but if you turn it around, you will see these horns. One is there, okay, and then behind is one is there, and then 1, 2, and third one is actually here. This is not a properly grown one. 1, 2, and 3. All right. Then you have Himalayan balsam, which is pink. Then you have white ones as well. Then very dark pink. This one is Thorowax. If you take a look closely, you will see a pattern like it's in circle, and you will find 1, 2, 3, 4, and 5, and then same is 1, 2, 3, 4, 5. Okay. Okay. Yeah. This has something to do with the Himalayan thyme. Okay. Anemones. So Senecio. Okay. Potter's weed. This flower, purple one. Like you can even see a bumblebee on top of it. This is called Potter's weed, and this is that cheerful Senecio. Himalayan musk rose. Then there is another type. These they have 5 petals. 1, 2, 3, 4, 5. Then there is another type which has only 4 petals. They look a little different. നോക്കൂ, നമ്മൾ ഇത്രയധികം വെറൈറ്റി ഫ്ലവേഴ്സ് കണ്ടത് ജസ്റ്റ് പുൽന ടു ഗാംഗരിയ ട്രക്കിംഗ് ട്രെയിലിൻ്റെ ഇടയിലാണ്. അപ്പോൾ വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. മൺസൂൺ ട്രെക്കിംഗ് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആണ്. ചുറ്റും പച്ചപ്പ് മാത്രം, വലിയ വലിയ മലകളും അതിൻ്റെ മേലെ മൂടൽമഞ്ഞും ചെറിയ വാട്ടർഫോൾസും വാലിയും ഫ്ലവേഴ്സും ഒക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു ഫീല്. ഈ ഒരു സ്ഥലത്തൊന്നും ഉണ്ടല്ലോ എനിക്ക് വിട്ടുപോകാൻ തന്നെ തോന്നുന്നില്ല. ഇത്രയും ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ ക്യാമറയിൽ അതത്ര അറിയുന്നില്ല. നോക്ക്, ഇത് ഭംഗിയാ നോക്ക്.
നമ്മൾ ഓൾമോസ്റ്റ് ഗാംഗരിയ എത്താറായി. അപ്പോൾ ഇവിടുത്തെ ഹെലിപ്പാഡ് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഹെലിപ്പാഡ്. പക്ഷെ നമ്മൾ വരുന്ന വഴിയൊന്നും ഹെലികോപ്റ്ററിൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ അത് ഫ്ലൈ ചെയ്യണോ കണ്ടില്ല. അപ്പോൾ ചില സമയത്താണ് അത് ഫ്ലൈ ചെയ്യുന്നുള്ളൂ. വെരി ഫ്യൂ പീപ്പിൾ ഓപ്റ്റിംഗ് ഫോർ ദിസ്. ഗാംഗരിയ ഹെലിപ്പാഡ് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം എത്തുന്നത്. പക്ഷേ ഇനിയും നടക്കാനുണ്ട്. അതും സ്റ്റീപ്പായിട്ടുള്ള കയറ്റം തന്നെയാണ്. ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കണ്ടോ? ഷോർട്ട് ബ്രേക്സ് എടുത്ത് നടക്കാനാണ് പറയുന്നത്. അങ്ങനെ ചെയ്താലേ ബ്രെത്ത്ലെസ് ആവില്ല എന്നാണ് ഈ സൈൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ രാവിലെ 9:30 ട്രക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഈവനിങ് 5:30 ആയി. നമ്മൾ ഓൾമോസ്റ്റ് ഗാംഗരിയ എത്തി ഫൈനലി. ഇവിടെ മ്യൂൾസിനൊക്കെ കെട്ടിയിടുന്ന ഒരു ഷെഡാണ്. നമ്മൾ ഗാംഗരിയ എത്തിട്ടോ. അതവിടെ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്. പ്രൈമറി ഹെൽത്ത് സെന്റർ ഗാംഗരിയ. ഗാംഗരിയ ശരിക്കും നല്ല കൊമേഴ്ഷ്യലൈസ്ഡ് ഏരിയ ആണ്. പിസ്സ, ബർഗർ എല്ലാം കിട്ടും കേട്ടോ. ഗാംഗരിയ എന്ന് പറഞ്ഞാൽ 10,000 ഫീറ്റ് ഹൈറ്റിലാണ്. ഈ 10,000 ഫീറ്റ് ഹൈറ്റിൽ ഇത്രയധികം ഫെസിലിറ്റീസ്. ജനറൽ സ്റ്റോഴ്സ് ഉണ്ട്, മെഡിക്കൽ ഷോപ്സ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, അതുപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഷോപ്സുകളുണ്ട്, ബാഗ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെക്കിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഷോപ്സുകളും എല്ലാം ഉണ്ട്. കുട്ടിയൊരു ടൗൺ. ये क्या है भैया? मिल्क है. ये केसर है क्या ये? अच्छा केसर. और क्या है इसमें? अच्छा तो इसका कुछ नाम है क्या? नाम है इसका कुछ? कढ़ाई मिल्क है. अच्छा और ये छोले और छोले भटूरा. നമ്മൾ പാണ്ഡികേശ്വരം എത്തിയപ്പോൾ നമ്മുടെ ട്രെക്ക് ലീഡർ പറഞ്ഞത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന ഹോട്ടൽ 5 സ്റ്റാർ ആണെന്ന്. ഗാംഗരിയനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു 1 സ്റ്റാർ അല്ലെങ്കിൽ 1.5 സ്റ്റാർ ഒക്കെയാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റേ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മളിനി താമസിക്കാൻ പോകുന്ന ഹോട്ടൽ ഗാംഗരിയയിലെ ഗുരുദ്വാരയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗുരുദ്വാര കണ്ടു. അപ്പോൾ ഹോട്ടൽ ഇവിടെ അടുത്ത് തന്നെയായിരിക്കും. ഇതാണ് ഹോട്ടൽ ഗുരുപ്രസാദ്. ഇവിടെ ആയിരിക്കും ഇനി നമ്മൾ 3 ദിവസം താമസിക്കുന്നുണ്ടാവുക. ദിസ് ഈസ് അവർ 1.5 സ്റ്റാർ ഹോട്ടൽ. റൂം കാണിച്ചറാട്ടോ. നാല് പേർക്ക് കിടക്കാൻ സൗകര്യമായിട്ട്. പക്ഷെ കുഞ്ഞൊരു റൂമാണ്. വാഷ്റൂമുണ്ട്. അങ്ങോട്ട് പറഞ്ഞ പോലെ തന്നെ 1.5 സ്റ്റാർ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഗാംഗരിയ എന്ന് പറഞ്ഞാൽ ഒരു ഹിൽ ടോപ്പിലാണ്, 10,000 ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡിൽ. ഇവിടെ മോഡിഫിക്കേഷൻസോ അല്ലെങ്കിൽ ബിൽഡിങ്സോ ഒന്നും വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനൊരു ലോ മെയിൻ്റനൻസ് ആയിട്ട് കിടക്കുന്നത്. സോ വി വിൽ അഡ്ജസ്റ്റ് ഫോർ 3 days. ഇറ്റ്സ് ഓക്കെ.
രാത്രിയിലെ ടെമ്പറേച്ചർ കണ്ടോ, 8 ഡിഗ്രി ആണിപ്പോൾ. ഡേ 1 21,485 സ്റ്റെപ്സ്. ആസ് യൂഷ്വൽ ഒരു ബ്രീഫിംഗ് സെക്ഷൻ നടക്കുവാണ് നാളത്തെ പ്ലാൻസിനെ പറ്റിയിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെയൊക്കെ ഹെൽത്ത് കണ്ടീഷൻസ് എങ്ങനെയുണ്ടെന്ന് ട്രക്ക് ലീഡർ ചോദിച്ചറിയുകയാണ്. പിന്നെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും കൂടിയുണ്ട്. സോ വൈൻഡിങ് അപ്പ് ദിസ് വ്ലോഗ് വിത്ത് ദാറ്റ്. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. കത്തി വേണ്ട, പീസ് എടുക്കാം. चलो ठीक है, बहुत बहुत शुक्रिया. ठीक है.